സുഗ്മിന്റെ വൈഫിനെയൊക്കെ കാണിക്കുകയാണ്. അവളും ഇതിനു മുമ്പ് കുറെ മരുന്നൊക്കെ വാരി കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന മരുന്നുകളെല്ലാം തന്നെ താഴേക്കും അവൾ ഇടുന്നു. അവളും സുഗ്മിന്റെ റൂമിൽ കയറിയതിനു ശേഷം അകത്തുണ്ടായിരുന്ന ലോക്കറൊക്കെ തുറന്ന് അതിന്റെ അകത്തു നിന്നും ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തു മാറ്റുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അതിന്റെ അകത്തുണ്ടായിരുന്ന ഡെവളുടെ ബുക്കൊക്കെ അവളും കാണുന്നത്. എന്താണ് ആ ബുക്കിൽ ഉള്ളതെന്നൊന്നും അറിയുകയില്ലെങ്കിൽ പോലും അവളും ബുക്കൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ സുഗ്മിനും എത്തുന്നു. നിനക്ക് എങ്ങനെയാണ് എന്റെ ലോക്കറിന്റെ പാസ്വേഡ് ഒക്കെ അറിയാവുന്നത്? ഇതല്ലാതെ നിനക്ക് എന്തൊക്കെ രഹസ്യങ്ങളാണ് എന്നെക്കുറിച്ച് അറിയാവുന്നതെന്നൊക്കെ സുക്മിൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും ആകെ പേടിച്ച് കയ്യിലുണ്ടായിരുന്ന ബുക്ക് പോലും താഴേക്കിടുന്നു. ടോഹിയും ആ ഒരു ഡിന്നറിനൊക്കെ പോകുവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗുവോണിന് പോകുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എത്രയൊക്കെ അവോയ്ഡ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണിത്. പിന്നെ നീ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളും ഗുവോണിനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് സുക്മിന്റെ വൈഫിന്റെ കയ്യിലുണ്ടായിരുന്ന മുറിവൊക്കെ ഗുവോണ് ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് നമ്മളെയൊക്കെ കാണുന്നുണ്ടാക്കും, അമ്മയും സന്തോഷിക്കുന്നുണ്ടാക്കുമെന്നൊക്കെ സ്വാൻ പറയുമ്പോഴത്തേക്കും അമ്മ ഇരുന്ന ഈ ഒരു പൊസിഷനിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കുമാണ് അമ്മ എത്രത്തോളം ഏകാന്തത അനുഭവിച്ചു എന്ന കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയതെന്നൊക്കെ സുക്മിനും പറയുന്നു. ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മയ്ക്ക് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ ഉണ്ടായിരുന്നില്ലേ? പിന്നെ അമ്മയും നമ്മളെ അത്രയ്ക്ക് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്ന സ്നേഹം എല്ലാം തന്നെ മറ്റൊരാളുടെ കുഞ്ഞിനല്ലേ കൊടുത്തിരിക്കെ ഉണ്ടായിരുന്നെന്ന് ഡോഹിനെ കുറിച്ച് സുവാനും പറയുന്നു. മാടഞ്ചു ചെയ്തതിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊക്കെ സുഹോൺ സംസാരിക്കുമ്പോഴത്തേക്കും അത് നീയല്ലല്ലോ പറയേണ്ടത്, ഞങ്ങളല്ലേ. മാടച്ചു ഞങ്ങളുടെ അമ്മയല്ലായിരുന്നോ? നിനക്കതൊക്കെ പറയുവാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ല എന്നൊക്കെ ആയിരുന്നു സുവാനും പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അമ്മയും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിടയിലുള്ള തെറ്റിദ്ധാരണയെല്ലാം തന്നെ പറഞ്ഞു തീർക്കേണ്ട സമയമാണ് ഇത് എന്നൊക്കെ സുഗ്മിൻ പറയുമ്പോഴത്തേക്കും ഡോഹിയും താനൊരു വ്യക്തിമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. പക്ഷെ ഡോഹി ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ സുവാന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളും അതിനെ എതിർത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യത്തിൽ ഡോഹി പറഞ്ഞ കാര്യങ്ങളാണ് സത്യം. അതുകൊണ്ട് തന്നെ നീയും അവളുടെ അടുത്ത് ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ സുഗ്മിനും സുവാന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ സുവാനും ക്ഷമയൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഡോഹിനെ സമാധാനിപ്പിക്കുവാനായിട്ട് ഗുവോണും അവളുടെ കയ്യിലായിട്ടൊക്കെ പിടിക്കുന്നു. പണ്ടത്തേതുപോലെ ഒന്നുമല്ല ബിസിനസിന്റെ കാര്യങ്ങൾ. അമ്മയുണ്ടായിരുന്ന സമയത്തുള്ള പലർക്കും എന്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യമൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതിലവർ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്കിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൂടിയേ തീരൂ എന്നൊക്കെ സുക്മിനും അവരുടെ അടുത്തായിട്ട് പറയുന്നു. എന്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നൊക്കെ സുവൻ പറയുമ്പോഴത്തേക്കും സുക്മിനും എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയുകയാണ്. അവിടെയുള്ള ഓരോ ആൾക്കാരുടെയും പേരിൽ കുറെ ഷെയർസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഷെയർസ് എല്ലാം തന്നെ സുക്മിന്റെ പേരിലേക്ക് മാറ്റണമെന്നതായിരുന്നു അവന്റെ ആഗ്രഹം. ജീവിതകാലം മുഴുവൻ കിട്ടേണ്ടിയിരുന്ന സൗഭാഗ്യമൊക്കെ കൂട്ടിവെച്ചിട്ടായിരുന്നു താനും ഈ ഒരു ഷെയർസ് ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ളതെന്ന് സുവൻ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും എന്റെ ഷെയർസ് ഒക്കെ നിനക്ക് നൽകുവാനായിട്ട് തയ്യാറല്ല. നീ നല്ല കാര്യങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ മോശം കാര്യങ്ങളാണ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ എനിക്കൊരു പവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് എനിക്കൊരു ഷേഴ്സ് കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒരിക്കലും നിനക്ക് നൽകുന്നതായിരിക്കുകയില്ല എന്നൊക്കെ സുഹോണും പറയുന്നു. രോഹിയും അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും നിന്റെ മറുപടി എന്താണെന്നൊക്കെ അവനും അവളുടെ അടുത്ത് ചോദിക്കുന്നു. നീ അറിയാതെ ആയിരുന്നോ ഡോക്കിങ് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതോ എല്ലാം അറിഞ്ഞിട്ടും അറിയില്ല എന്നൊക്കെ ഭാവിച്ചു നടന്നതായിരുന്നോ എന്നൊക്കെ ഡോഹിയും അവന്റെ അടുത്ത് ചോദിക്കുന്നു. എനിക്ക് എന്റെ അമ്മേനെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ സുക്മിൻ പറയുമ്പോഴത്തേക്കും നിന്റെ അഭിനയമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളും പോകുന്നു. നിങ്ങളുടെ ഫാമിലിയിലെ മീറ്റിംഗ് എല്ലാം തന്നെ ഇതുപോലെ മോശമായിട്ടൊക്കെയാണല്ലോ അവസാനിക്കാറെന്ന് പറഞ്ഞിട്ട് ഗുവോണും പോകുകയാണ്. നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിഹോൺ പോയി കഴിയുമ്പോഴത്തേക്കും സുവാനും ഞാൻ ഒന്നും കൂടി ആലോചിച്ചിട്ട് എന്റെ തീരുമാനമൊക്കെ പറയാമെന്ന് സുക്മിന്റെ അടുത്ത് പറയുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുന്ന അവനാകട്ടെ ഇത്രയും നാളും ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇരിക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ കാണിക്കുന്ന ആ ഒരു കരുണയൊക്കെ മാറ്റിവെക്കുവാനായിട്ട് പോക്കുകയാണെന്ന് കൂടി അവരെ അറിയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന സുഗ്മിന്റെ വൈഫും കേൾക്കുന്നു. ഡോഹയുടെ പെരുമാറ്റം ഗുവോൺ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് അടിച്ചതുപോലെയാണ് നീ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുവോണും ഡോഹിനെ പുകഴ്ത്തുന്നു. അങ്ങനെ ഇരിക്കെ ഡോഹയ്ക്ക് ഗുവോണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയിക്കില്ല. ആ ഒരു ഡെവിളിന്റെ ബുക്കൊക്കെ കിട്ടുകയായിരുന്നെങ്കിൽ അവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് ഡോഹിയും ഇരിക്കുന്നു. അവൾക്ക് അറിയത്തില്ലാത്ത രീതിയിലുള്ള ഒരുപാട് പവേഴ്സ് ഒക്കെ അവൻ ഉണ്ട് എന്നും ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് നിനക്ക് നൽകുന്നതായിരിക്കുമെന്നും ഗുവോൺ പറയുകയാണ്. മാത്രമല്ല ഡോഹയ്ക്ക് വിശക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിക്കനൊക്കെ മേടിച്ചു കൊടുക്കുവാനായിട്ട് ഗുവോണും വളരെ സ്പീഡിൽ കാറൊക്കെ ഓടിച്ചു പോകുന്നു. നേരത്തെ സുങ്മിൻ പിരിച്ചുവിടുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ആകട്ടെ കുറെ ആളുകൾ വന്നിട്ട് ആ ഒരു കമ്മിറ്റിയിലൊക്കെ റെയ്ഡ് നടത്തുന്നു. കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്ന സ്യോഹൂണും നേരെ
അവനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. നീ ആ കമ്മിറ്റീനെയും കുറച്ച് വർക്കേഴ്സിനെയും പിരിച്ചുവിടുവാനായിട്ടായിരുന്നോ ഞങ്ങളുടെയൊക്കെ ഷെയർസ് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്നും അവൻ ചോദിക്കുന്നു. ഞാൻ എന്റെ ബിസിനസ് മാത്രമാണ് ചെയ്യുന്നതെന്നൊക്കെ സുക്മിൻ പറയുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും ബിസിനസ് അല്ല, മറിച്ച് കൊലപാതകമാണ്. ഇപ്പോൾ നീ എന്തോ വലിയ കാര്യമാണ് ചെയ്തതെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നുവെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാകുമെന്നൊക്കെ അവനും പറയുന്നു. ഞാൻ ഇപ്പോൾ തന്നെ പ്രസ്സിനെയും മറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് സെഹോൺ നിൽക്കുമ്പോഴത്തേക്കും സുക്മിനും ആരെയൊക്കെ കോൾ ചെയ്തതിനു ശേഷം സെഹോണെ സിഇഒ സ്ഥാനത്ത് നിന്നും പിരിച്ചുവിടുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. നിനക്കാണോ അതോ എനിക്കാണോ ഏറ്റവും കൂടുതൽ പവറൊക്കെ ഇവിടെ ഉള്ളതെന്ന് കണ്ടറിയാമെന്നായിരുന്നു സെഹോണിന്റെ അടുത്ത് സുക്മിൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. നീ ഡോഹയുടെ ഹസ്ബൻഡിന്റെ ജോലി ചെയ്യാതെ ഇവിടെ എന്തു ചെയ്യുകയാണെന്നൊക്കെ ബോക്യും ഗോണോട് ചോദിക്കുമ്പോഴത്തേക്കും അവനും ഇപ്പോൾ ഗായങ്ങിനെ അവസാനമായിട്ട് കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു. നിന്റെ ബുക്കൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു പോയതല്ലേ, അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നൂടെ എന്നൊക്കെ ബോക്യും അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവനും അത് അത്രയ്ക്ക് കാര്യമൊന്നും ആക്കുന്നില്ല. പിന്നീടായിരുന്നു ഡോഹിയും ആ ഒരു ബുക്കൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവൻ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോഹിക്ക് വേണ്ടി ആ ഒരു ബുക്കൊക്കെ കണ്ടെത്തുവാനായിട്ട് അവൻ പോകുന്നു. സെഹോണും ഡോഹിനെ കോൾ ചെയ്തതിനു ശേഷം ഇപ്പോൾ സുക്മിൻ അവന്റെ ശരിക്കുമുള്ള സ്വഭാവമൊക്കെ പുറത്തെടുത്തിരിക്കുകയാണെന്നുള്ള കാര്യവും അറിയിക്കുന്നു. ഗുവോണും വളരെയധികം സുരക്ഷയോടുകൂടി തന്നെ സുക്മിന്റെ വൈഫ് ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുന്നത് കാണിക്കുകയാണ്. മാഡച്ചു ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ പ്രോഫിറ്റ് മാത്രമായിരുന്നില്ല നോക്കിയിട്ടുണ്ടായിരുന്നത്, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡോഹിയും സുക്മിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഡോഹി വീണ്ടും മാഡച്ചുവിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അതൊന്നും തന്നെ സുക്മിൻ ഇഷ്ടപ്പെടുന്നില്ല. അമ്മയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞാനും അമ്മയായിട്ട് ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. പിന്നെ ഞാനും ആ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന പക്ഷിയാണെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അബ്രാസസ് എന്ന പേരില് നേരത്തെ കില്ലറിന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോണ്ടാക്റ്റിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഡോഹിയും ഓർക്കുകയാണ്. അബ്രാസസ് മുട്ടയ്ക്കുള്ളിൽ നിന്ന് ഫൈറ്റ് ഒക്കെ ചെയ്തതിനു ശേഷം ലോകത്തെ തന്നെ ഇല്ലാതാക്കുവാനായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു പക്ഷി. അങ്ങനെ നീ തകർത്ത ആ ഒരു ലോകമൊക്കെ മാടഞ്ചോ അല്ലായിരുന്നു എന്നൊക്കെ അവളും ചോദിക്കുന്നു. ഇതാണ് നിന്റെ കുഴപ്പം, എല്ലാം അറിയാമെങ്കിൽ പോലും നീ മിണ്ടാതെ ഒന്നും ഇരിക്കുകയില്ല. നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഗതിയൊക്കെ ഉണ്ടായത്. നിനക്ക് മാടഞ്ചു ദൈവത്തെ പോലെയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുവാനായിട്ടാണോ നീ നോക്കുന്നതെന്നൊക്കെ അവനും അവളുടെ അടുത്ത് ചോദിക്കുന്നു. സ്വന്തം അമ്മേനെ കൊല്ലുവാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയതെന്നൊക്കെ ടോഹി ചോദിക്കുമ്പോഴത്തേക്കും അവനും അതെന്റെ അമ്മ ആയിരുന്നില്ല, മറിച്ചൊരു ഡബിൾ ആയിരുന്നു എന്നായിരുന്നു അവളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. ഞാൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാപിയായി പോയ ഒരാളാണ്. അമ്മ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ എന്റെ നേർക്കായിരുന്നു എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. നിന്റെ പേരൻസ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു നീ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നീ വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ്. ശരിക്കും മാഡഞ്ചു ആയിരുന്നു നിന്റെ പേരൻസിനെ കൊന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് മാഡഞ്ചുവിനെ കൊന്ന് ഞാൻ പ്രതികാരമൊക്കെ വീട്ടിയിരിക്കുകയാണെന്നായിരുന്നു അവൻ പറയുന്നതും. നേഴ്സും സുക്മിന്റെ വൈഫിന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുത്തിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ഗുവോണും എത്തുകയാണ്. ഡോക്കിങ് എന്റെ കയ്യിൽ നിന്നും വിലപ്പെട്ട ഒരു ബുക്കൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുക്കൊക്കെ നീ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഗുവോണും അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും കണ്ടിട്ടില്ലായിരുന്നു എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു കൊടുക്കുന്നത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന മുറിവൊക്കെ നോക്കിയതിനു ശേഷം സുക്മിനാണോ നിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും അറിയാതെയൊക്കെ കൈ പൊള്ളിയതാണെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ആ ഒരു ബുക്കൊക്കെ നീ കാണിക്കുകയാണെങ്കിൽ എന്നോട് പറയണം. ഒരു പക്ഷേ നരകത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാനായിട്ടൊക്കെ എനിക്ക് സാധിച്ചാലോ എന്നും കൂടി അവൻ ചോദിക്കുകയാണ്. ഡോഹിയും ആ ഒരു കാര്യങ്ങളും വിശ്വസിക്കാതെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നിന്റെ പേരൻസ് മരിച്ച അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനും ഒരു റെക്കോർഡിംഗ് ഒക്കെ കേൾപ്പിക്കുകയാണ്. കമ്പനി വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ആയിട്ട് ഇപ്പോൾ അതിനൊന്നും തന്നെ തടസ്സം നിൽക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ മാഡച്ചു ഡോഹിയുടെ അച്ഛനോടൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു പറയാതെ മറ്റു മാർഗങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോഹിയുടെ അച്ഛനും നിൽക്കുന്നു. ആ ഒരു സമയത്ത് സുക്മിൻ അതിലെ നടന്നു പോയപ്പോഴത്തേക്കും ആയിരുന്നു ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നതും. നീ പണ്ടേ കമ്പനിക്ക് ഉപേക്ഷിച്ചു പോയതല്ലേ, പിന്നെ ഇപ്പോൾ എന്തിനാണ് വന്നത്? നിനക്ക് എന്റെ അടുത്ത് നിന്നും ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമൊക്കെ ആവശ്യമായിട്ടുണ്ടോ എന്നൊക്കെ മാഡച്ചു അവന്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇത് എന്റെ മാത്രം കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് മടിച്ചു നിൽക്കുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ മാത്രം കമ്പനി ഒന്നുമല്ല, ഇതിലെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇവിടെയുള്ള ഓരോ വർക്കേഴ്സിന്റെയും വിയർപ്പിന്റെയും രക്തത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് ഇത് എന്നൊക്കെ ആയിരുന്നു അയാൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു കാര്യം ഞാൻ വെറുതെ വിടുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോഹിയുടെ അച്ഛനും വളരെയധികം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ അതിന്റെ പിറകെ തന്നെ മാടഞ്ചുവും പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നതും. പക്ഷെ പിറ്റേ ദിവസമായിരുന്നു ഇങ്ങനെ ഡോഹിയുടെ പേരൻസ് ഒക്കെ ആക്സിഡന്റിൽ മരിച്ചു പോയെന്ന വാർത്ത അവൻ കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും പേരൻസ് മരിച്ചതിന് ശേഷം ആയിരുന്നു ഈ ഒരു കമ്പനിയൊക്കെ ഇത്രത്തോളം വളർന്നിട്ടുണ്ടായിരുന്നതെന്നും അവൻ പറയുന്നു. എന്റെ അമ്മയ്ക്ക് ദൈവങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്ന ആളല്ല, പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ആയിരുന്നു
അമ്മയും പള്ളിയിലൊക്കെ പോകുവാനായിട്ട് തുടങ്ങിയത്. മാത്രല്ല നിന്റെ പേരൻസിനെ കൊന്നത് എന്റെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് അമ്മയും നിന്റെ അടുത്ത സ്നേഹത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നെന്ന് കൂടി അവൻ പറയും. അമ്മ സ്വർഗത്തിൽ പോകുവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു നിന്നെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്ന് കൂടി സുക്മിൻ പറയുന്നു. എന്തായാലും സത്യങ്ങൾ എന്താണെന്ന് നീ തന്നെ അമ്മയോട് ചോദിച്ചു നോക്കെന്നൊക്കെ പറഞ്ഞ സുക്മിനും അവളുടെ കഴുത്തൊക്കെ പിടിച്ചിട്ട് അവളെ കൊല്ലുവാനായിട്ട് നോക്കുകയാണ്. ഇനി കൂവൺ നടന്നു പോകുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ ചെയ്തത് സുക്മിൻ ആയിരുന്നു. മാഡം ജൂവിനെയും ഡോക്കിങ്ങിനെയും കൊന്നതും പിന്നെ ഡോഹിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതും സുക്മിനാണ്. അവനാണ് ശരിക്കുമുള്ള ഡെവിൾ എന്നൊക്കെ ആയിരുന്നു സുക്മിന്റെ വൈഫും കൂവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോഹിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് അവൾക്കും ഏകദേശം അവളുടെ ബോധം തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.